തോണി സർവീസ് നടത്തുന്നുണ്ട്. അത് നിയമപരമല്ല നടത്തുന്നത്. എങ്കിലും അത് വളരെ അത്യാവശ്യമാണ് യാത്രക്കാർക്കെങ്കിൽ അതിനുവേണ്ട സഹായവും പഞ്ചായത്ത് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചായത്ത് ശ്രമിക്കുന്നത്. എന്തായാലും ഓരോ വാർഡിൽ നിന്നും ഇങ്ങനെ മരം വീടുകളിലേക്ക് നഷ്ടപ്പെട്ട ആളുകളെയും ബാക്കിയുള്ള പുനരധിവാസത്തിന് വേണ്ടി പ്രവർത്തനങ്ങളിലൂടെ ശക്തമായി നടന്നു വരുന്നുണ്ട്. റവന്യൂ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് ഇനി ഏതെങ്കിലും രൂപത്തിൽ ഇടപെടലുകൾ വേണമെങ്കിൽ അതിലിടപെടാൻ വേണ്ടി പഞ്ചായത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ ഇരുട്ടി. നിലമ്പൂരിലെ വിനോദസഞ്ചാര മേഖലകൾ ഒരു ദിവസം പൂർണ്ണമായും ജനതപ്പടിയിൽ. ഇവിടെ വള്ളം കളിയും വെള്ളം കളിയും അരങ്ങേറി. അതിനപ്പുറം റോഡിലൂടെയുള്ള അത്ഭുതകരമായ തോണി സവാരിയായിരുന്നു. നിങ്ങളെടുക്കാൻ പോണേ? വെള്ളം കാണാൻ. ആരൊക്കെ ഉണ്ടപ്പം? എന്നാൽ തൊട്ടടുത്ത മുട്ടിക്കടവ് പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പ്രദേശം പൂർണ്ണമായും ഇരുട്ടിലായതിനാൽ ഇവിടുത്തെ വാർത്താവിനിമയ രംഗവും തകരാറിലായി. ദുരന്തത്തിന് ശേഷം ഈ പ്രദേശത്തിലെ നാശനഷ്ടങ്ങൾ വലുതായിരുന്നു. പാലം ഏതായാലും അപകടസ്ഥിതിയിലാണ്. അതിന്റെ കൈവരി മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുക. കഴിഞ്ഞ വർഷവും നമ്മളതിന്റെ കൈവരി പുനർനിർമ്മാണം ചെയ്തതാണ്. പിന്നെ ഇപ്പൊ ദ്രുതകർമ്മസേനയാണ് ഇപ്പൊ വന്നിട്ടിത് ചെയ്യുന്ന. നാട്ടുകാരുടെ സഹായമുണ്ട്. കോടിക്കണക്കിന് രൂപയുണ്ടെങ്കിലേ ഇനി ഇതിന്റെ പുനർനിർമ്മാണം നടക്കുകയുള്ളൂ. ഇപ്പൊ ഇത് തൊട്ടങ്ങോട്ടുള്ള റോഡും ആ പാലവും ഒന്നുപോലെ കേടുവന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മൾ തഹസിൽദാർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കോടിക്കണക്കിന് രൂപയില്ലാതെ ഇനിയിപ്പോൾ ഇതിന്റെ പുനർനിർമ്മാണം നടക്കില്ല. അക്കരെയുള്ള 4 വാർഡുകൾ സുന്ദത്രയായിട്ട് ബന്ധപ്പെടുന്നത് ഈ ഒരു പാലത്തിൽ കൂടാണ്. ജനങ്ങളായാലും വിദ്യാർത്ഥികളായാലും അവർക്ക് കോളേജിൽ പോകാനും സ്കൂളിൽ പോകാനും എല്ലാം ഉള്ള ഏക ആശ്രയമാണ്. ഇനി ഭാവിയിൽ എങ്ങനെ അവരുടെ യാത്ര? ഭാവിയിൽ ഇപ്പോൾ അവർക്ക് ഒരുപാട് കിലോമീറ്റർ ചുറ്റിക്കറങ്ങി മൂത്തേടം പഞ്ചായത്ത് കടന്ന് എടക്കര പഞ്ചായത്ത് കടന്ന് ചുങ്കത്രയ്ക്ക് വരേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധപ്പെടുത്തി ഇത് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. തോണി സർവീസ് എങ്ങനെ? തോണി സർവീസ് ഇവിടെ ഇപ്പൊ ഇല്ല. ഇത് വന്നതിന് ശേഷം തോണി സർവീസ് ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ പാലം വന്നതിന് ശേഷം തോണി സർവീസ് ഇല്ല. പണ്ട് തോണി സർവീസ് ഉണ്ടായിരുന്നു. ഇനി ഉണ്ടാവുമോ? ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇതിന്റെ സ്ഥിതി അറിഞ്ഞിട്ടല്ലേ നമുക്ക് കഴിയുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ് എന്താ സ്ഥിതി നടന്നു പോരാൻ കഴിയുമോ ഒന്നും അറിയില്ലല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ ഈ പാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം പാലം ആയിട്ടില്ല, വീരില്ല, പല അപകടങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കൈവരികളാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ലക്ഷം ഇതിന് കൊടുത്തതാണ്. അതാകെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. അങ്ങനെ ഇവിടുത്തെ ഒരു ദ്വീപമല്ല സ്ഥലങ്ങളത്. കരുമ്പുഴ, പുന്നപ്പുഴ, ഈ പുഴയൊക്കെ പാടെ കൂടിയകണ്ടിലൊരു മുക്കാണ്. ഈ പാലത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര പരിസ്ഥിതി മോശമാണ്. അപ്പോൾ ഈ വെള്ളം മൂടിയിട്ട് പാലങ്ങളാണ് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. പലപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരു 4-5 ഒരാഴ്ചയോളം, ഒരു 3-4 ദിവസത്തോളം ഞാൻ പോയി കച്ചവടപ്പെടുത്ത ഹോട്ടൽ ഇവിടെ ആദിർഷാറിന്റെ ഹോട്ടലാണ്. അപ്പോൾ 3-4 ദിവസം തന്നെ ഞങ്ങളിവിടെ കുടുങ്ങി. തോണി ഇറക്കി ഒന്നും ഇറക്കിയില്ല. പിന്നെ അങ്ങനെ ജീവിക്കാനൊക്കെ പുറത്തു പോകേണ്ട നമ്മൾ ഇവിടെ 3-4 പലർക്കാടുണ്ട്. അതിൻ്റെ ഉള്ളിൽ പറഞ്ഞ പിന്നെ ഇടക്കാർ അതിൽ കൂടി വരുമ്പോൾ സാധനത്തിനൊക്കെ ഭയങ്കര വില കൂടുതലും. എല്ലാ സാധനം പച്ചക്കറിക്കും മാർക്കറ്റിനും എല്ലാത്തിനും ഭയങ്കര വില കൂടും. ഇനി ഇതിൽ നിന്ന് മോചനം എന്ന് ദുരന്ത നിവാരണത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ നിറഞ്ഞ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ റവന്യൂ, ഫോറസ്റ്റ്, പോലീസ്, ഫയർഫോഴ്സ് എന്നിവരുടെ സഹായം അത്യാവശ്യമായിരുന്നു.
പോത്തുകല്ല് അമ്പുട്ടാൻപൊട്ടിയിലെ പാലം ഭാഗികമായി ഒലിച്ചു പോയപ്പോൾ ഈ പ്രദേശം വർഷങ്ങൾ പിന്നിലേക്ക് പോയെന്ന് അനുഭവാർത്ഥികൾ തന്നെ വ്യക്തമാക്കി. ഗ്രാമം എന്ന് പറഞ്ഞ ഒരു 18-20 വർഷം പിന്നിലേക്ക് പോയി. അതാണ് ഏറ്റവും വലിയ പഴയ 20 വർഷം മുമ്പുള്ള അവസ്ഥ ഈ പാലം പോകുന്നത്. അത് ഒരു ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥ എത്തി. കാരണം എന്താ പറയുക, കടയിലൊന്നും മുൻകരുതലില്ല, വളരെ കുറച്ച് അരിയൊക്കെ ഉള്ളത്, അതൊക്കെ എല്ലാവരും വാങ്ങി അങ്ങനെ ഒരു അവസ്ഥ. ഉരുൾപൊട്ടൽ തന്നെ ആയിരുന്നു. അല്ല ഇത്ര വെള്ളം ഞാൻ എനിക്ക് ഓർമ്മ വെച്ചിട്ട് ശേഷം ഇത്ര വലിയ വെള്ളം എനിക്ക് നല്ല ഇതിനെക്കാട്ടി പ്രായമുള്ളവർക്ക് വരെ ഇത്ര വലിയ വെള്ളം വന്നതായിട്ട് അറിയില്ല. മലയോര മേഖലയെ അയൽ സംസ്ഥാനങ്ങളിലേക്കും ജില്ലയിലേക്കും ബന്ധിപ്പിക്കുന്ന മലയോര പാത ഈ ദുരന്തങ്ങളുടെ ഇരയായി മാറി. പഴിക്കടവ് നാടുകാണിയിലെ മണ്ണിടിച്ചിൽ അന്യ സംസ്ഥാനങ്ങളുമായുള്ള എല്ലാവിധ ബന്ധങ്ങളെയും വിച്ഛേദിച്ചു കളഞ്ഞു. മലപ്പുറം ജില്ലയെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന മുലേപ്പാടം നായാടംപൊയിൽ കോഴിക്കോട് റോഡിന്റെ തകർച്ച ഗതാഗത രംഗത്തെ അവതാളത്തിലാക്കി. ടൂറിസം മേഖലയ്ക്ക് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശം നായാടംപൊയിലെ ഉരുൾപൊട്ടലോടെ ഒരു ചോദ്യചിഹ്നമാകും. ദുരന്തത്തിന് ശേഷം ജിയോളജിക്കൽ വിഭാഗം നടത്തിയ സർവേയിൽ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമുക്ക് നൽകുന്നു. ഇവിടെ 300 വർഷങ്ങൾക്ക് മുമ്പും ഇതുപോലെ സംഭവിച്ചു. പിന്നീടുള്ള സംഭവത്തിന് കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്തുള്ള മലയിടിക്കലാണെന്ന് നമ്മെ ഉണർത്തുന്നു. യാഥാർത്ഥ്യങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. പോത്തുകല്ല് മുണ്ടേരി പ്രദേശങ്ങളിലായിരുന്നു മഴക്കാല സംഭവങ്ങൾ. മുണ്ടേരിയിലെ ഒരു തുരുത്തിൽ കുടുങ്ങിയ ആനാടത്ത് തമ്പി, പുല്ലത്ത് ജോൺ എന്നിവരെ രക്ഷിച്ചത് നാട്ടുകാരുടെയും ദ്രുതകർമ്മ സേനയുടെയും പരിശ്രമഫലമായിരുന്നു. ഇവരെ രക്ഷിക്കുന്നതിനു വേണ്ടി ഹെലികോപ്റ്റർ എത്തുമെന്ന പ്രതീക്ഷയിലായിരുന്ന പ്രദേശവാസികൾ പിന്നീട് നിരാശരായി. പിന്നീട് ഈ ദുരന്തം പത്രകോളങ്ങളിലെല്ലാം തിമിർത്താടി. ദുരന്ത സ്ഥലങ്ങളിലേക്കുള്ള മന്ത്രിമാരുടെ സന്ദർശനം പ്രദേശവാസികൾക്ക് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ആളപായം ഉണ്ടായിട്ടില്ല, എന്നാൽ വൻതോതിൽ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കുറേയേറെ ഭൂമി ഒലിച്ചു പോയിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള റെസ്ക്യൂ ക്യാമ്പുണ്ട്, ഷെൽട്ടറുണ്ട്. പശുക്കടവിൽ കഴിഞ്ഞ 3 പ്രാവശ്യം ഉണ്ടായ ഉരുൾപൊട്ടൽ നാടിൻ്റെ ഓർമ്മയിലുണ്ട്. അന്ന് ഉണ്ടായൊരു പശുക്കടവ് പാക്കേജുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പണിത ഷെൽട്ടറും ഒക്കെ ഉള്ളതുകൊണ്ട് ആളുകൾക്ക് അവിടെ പെട്ടെന്നൊരാവശ്യം വന്നാൽ താമസിക്കാൻ സ്ഥലമുണ്ട്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മലയോര മേഖലയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്നത് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ദളിതരാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആദിവാസികളാണ്. ഇവർക്ക് സൗജന്യ റേഷൻ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും ഈ പ്രയാസങ്ങൾ മൂലം ദുരിതം നേരിടുന്ന ആദിവാസികളും അല്ലാത്തവരുമായ എല്ലാവർക്കും അവരുടെ ദൈന്യത പരിഗണിച്ചുകൊണ്ട്